പരിശുദ്ധനേ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവെ ആരാധിക്കാം. ഹല്ലേലൂയ പാടിയിടാം, ഉയർത്തിയിടാം യേശുനാമം. വല്ലഭനമേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനമേശുവേ ആരാധിച്ചാർത്തിടാം. ആരാധിച്ചാർത്തിടുമ്പോൾ വാതിലുകൾ തുറക്കും. ആരാധിച്ചാർത്തിടുമ്പോൾ വാതിലുകൾ തുറക്കും. യെരിഹോ മതിലിടിയും, അത്ഭുതങ്ങൾ നടക്കും. യെരിഹോ മതിലിടിയും, അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. വല്ലഭനമേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനമേശുവേ ആരാധിച്ചാർത്തിടാം. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗ്ഗ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം മുഴുവനും കർത്താവ് സൂക്ഷിച്ച് പരിപാലിച്ചു. ഉറങ്ങി ഉണരുവാനും കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കൂടെ ഒരു അവസരം തന്നല്ലോ. ഈ നല്ല ദിവസത്തിൽ ഹല്ലേലൂയ. കർത്താവ് എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കട്ടെ കർത്താവേ. അപ്പോൾ ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയത്തെയും അങ്ങയുടെ പാദപിടത്തിലോട്ട് സമർപ്പിക്കുകയാണ്. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്നതിനുള്ളതുപോലെ അറിയുന്ന കർത്താവ് അവിടുന്ന് ആകിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, അത് നിശ്ചയമാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അറിഞ്ഞ് ഇന്ന് വരെ ഞങ്ങളെ പോറ്റിപ്പുലർത്തിയ ദൈവമേ, വീണ്ടും ഞങ്ങളെ കരുതുവാൻ സർവശക്തനാകിയാൽ ബലമുള്ള കരങ്ങളിലോട്ട് അടിയങ്ങളെ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ദാനം തന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം ഏൽപ്പിക്കട്ടെ കർത്താവേ. ജോലി ചെയ്യുന്ന മക്കളെ, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, എൻ്റെ കർത്താവേ, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഞങ്ങളുടെ ഓരോ പ്രിയ മക്കളെയും, ഞങ്ങൾക്ക് ദാനമായി തന്ന കൊച്ചു തലമുറകളെയും, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ചുറ്റുപാട്, അയൽകുടുംബ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കൾ, അനാഥരെ, വിധവകളെ, എൻ്റെ കർത്താവേ, ഞങ്ങളായിരിക്കുന്ന ദേശത്തെയൊക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളെ ഒന്നുപോലെ അനുഗ്രഹിച്ച് സൂക്ഷിക്കുമാറാകണം. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ മറയ്ക്കുമാറാകണം. അവിടുത്തെ സമാധാനം ഞങ്ങൾക്ക് തരണം. എല്ലാ സൗഖ്യവും അടിയങ്ങൾക്ക് നൽകുമാറാകണം. സമൃദ്ധിയിൽ ഞങ്ങളെ കാത്തുകൊള്ളുമാറാകണം. ഏറി ദൈവകൃപയിൽ ഞങ്ങൾക്ക് ജീവിപ്പാൻ ഭാഗ്യം തരുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണം. സൗഖ്യത്തോടെ സമാധാനത്തോടെ സൂക്ഷിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ. ദൈവകൃപയിൽ വളരുവാൻ സഹായിക്കണേ. അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. ജയത്തോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നടത്തണമേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഓരോ മക്കളും, വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ പ്രയത്നിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാവരെയും കർത്താവ് ഒരുപോലെ അനുഗ്രഹിച്ച് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്തവ്യ ജോലിയിലായിരിക്കുന്ന മക്കളെ സഹായിച്ച് ബലപ്പെടുത്തിക്കൊള്ളണേ. ആരോഗ്യത്തോട് സമാധാനത്തോടെ ജോലി ചെയ്യാൻ ഇടയാക്കണം. ഏറിയ പ്രതിഫലം കൊടുത്ത് മാനിക്കണം. ദൈവമായ കർത്താവ്, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന എൻ്റെ സ്വർഗത്തിലെ അപ്പച്ച വഴിവാതിൽ തുറക്കണമേ. അഖിലാണ്ടത്തിലൂടെ അവിടുന്ന് എൻ്റെ അപ്പന് കഴിയാത്ത ഒന്നുമില്ലപ്പാ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥന, മനസ്സ് തകർന്നവരെ അവിടുന്ന് വിടുവിക്കുന്ന ദൈവമാകാൻ ആവശ്യഭാരങ്ങളുടെ നടുവിൽ കരയുന്ന തൻ്റെ കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അപ്പം ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചനൊന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണേ അപ്പ. എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ഓരോ മക്കൾക്കും നൽകണേയെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന മക്കളെ സമർപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥന ചോദിച്ച് പ്രിയ മക്കളെ ഏൽപ്പിക്കുന്നു. കർത്താവ് അവരുടെ ബിസിനസ്സിനെ അനുഗ്രഹിക്കണമേ. കഷ്ടനഷ്ടം കൂടാതെ കാത്തുകൊള്ളണമേ. ദിനംതോറും വേണ്ടുന്നത് കൊടുത്ത് പോഷിപ്പിച്ച് തൃപ്തരാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പിന്നെയും ഹല്ലേലൂയ കർത്താവ്, വേണ്ടുന്നെല്ലാം കരുതണമേ, ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെയും യാത്രകളെ സമർപ്പിക്കുന്നു. പോക്കിലെ, വരവിലെ, വാഹനത്തിന്, വഴിയിൽ കൂടെ ഇരുന്ന് സഹായിക്കണം. ആപത്തനത്തിൽ എല്ലാവരെയും വിടുവിക്കുമാറാകണം. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. തക്ക തുണയെ ഒരുക്കണം. അവരുടെ വിവാഹം നടക്കണം. ഈ കർത്താവ് 2024 തീരുന്നതിന് മുൻപായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ സഹായിക്കണമേ. കർത്താവ്, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് തലമുറകൾ നൽകി അനുഗ്രഹിക്കുമാറാകണം.
കർത്താവ് ഞങ്ങളുടെ ഗർഭിണികളായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളുമാറാകണം. മാസം തികയോളം കൂടി ഇരുന്ന് സുഖപ്രസവം നൽകി ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, യാത്രകളിൽ യാത്ര പോകാൻ ആഗ്രഹിക്കുന്ന ഓരോ മക്കളെയും തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. ആകാശം കയറി യാത്ര ചെയ്യുമ്പോൾ ഉള്ളംകരത്തിൽ വഹിക്കണമേ. കരയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ പൊൻകരം ചേർത്ത് പിടിക്കണമേ. വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുന്നവരെ കർത്താവ് സംരക്ഷിക്കണമേ. പാപത്തനത്തിൽ നിന്ന് എല്ലാവരും വിടുവിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയം കടഭാരത്തിൽ നടുവിൽ കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കട്ടപ്പാ. തൻ്റെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് അവിടുന്ന് ആകയാൽ ക്രിസ്തുവേശുവിൽ ഹല്ലേലൂയ പൂർണ്ണമായും തീർത്തു തരുന്ന കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന് നടുവിൽ ഇറങ്ങി അവരുടെ ഭാരമൊഴിഞ്ഞ് സ്വസ്ഥരാകാൻ സ്വർഗം ഇടയാക്കുമാറാകണം. ഭവനമില്ലാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട്. വാടക ഭവനങ്ങളിൽ കഴിയുന്നുണ്ട്. എൻ്റെ അപ്പച്ചൻ അവർക്ക് തലചായ്പാൻ സ്വന്തമായൊരു ഭവനം ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യം ഒരുക്കണേ കർത്താവ്. പുതുവയസ്സിൽ പ്രവേശിച്ച് ഞങ്ങളുടെ മക്കളെ ഓർക്കുന്നപ്പാ. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ ഓർക്കുന്ന കർത്താവ്. പുതുവർഷകാലം അനുഗ്രഹത്തിൻ്റെയും ദൈവകൃപയുടേതുമായി തീരട്ടപ്പാ. ഇവരെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ സമയം കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത ജീവിതങ്ങൾക്ക് സന്തോഷമായി ജീവിപ്പാൻ തക്കണം എൻ്റെ സ്വർഗം അവസരം നൽകണം നെടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രത്യേകിച്ച് മദ്യത്തിലും മയക്കുമരുന്നിലുമൊക്കെ കഴിയുന്ന അനേക ജീവിതങ്ങളുണ്ടല്ലപ്പാ. നീ അവരോട് കരുണ കാണിക്കണമേ കർത്താവ്. യേശുവേ, ദാവീദ് പുത്രാ മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസാന്തരം നൽകണമേ കർത്താവ്. അവരെ ചൊല്ലി കരയുന്ന മാതാപിതാക്കൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടപ്പാ. നീ അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും ആവശ്യങ്ങളും വേദനകളും രോഗങ്ങളും അവിടുത്തെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. വിവിധ ആവശ്യങ്ങളുടെ നടുവിൽ ഭാരപ്പെടുന്ന ഓരോ ജീവിതങ്ങളുണ്ട്. പല നീറുന്ന വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. മറ്റാരോടും പങ്കുവെക്കാൻ പറ്റാത്ത വേദനകൾ ഉള്ളിലൊതുക്കി കഴിയുന്ന ജീവിതങ്ങളുണ്ടപ്പാ. എൻ്റെ സ്വർഗത്തിലെ ദൈവം അവരുടെ നടുവിൽ കടന്നു ചെല്ലുന്ന ദൈവമാണ്. ഹൃദയങ്ങളെയും അന്തരിന്ദ്രങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവമേ, വ്യസനത്തിനുള്ള എല്ലാ മാർഗ്ഗങ്ങളും എടുത്തു മാറ്റി ശാശ്വതമായ മാർഗ്ഗത്തിൽ തൻ്റെ മക്കളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാപ്പാ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രപ്പാ. അപ്പോൾ ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ സമർപ്പിക്കുന്നപ്പാ. എല്ലാ രോഗികൾക്കും നല്ല വൈദ്യനായ പിതാവേ, ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും ആയിരിക്കുന്നവരോട് കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ മുഴയാൽ ഭാരമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗാവസ്ഥകളിൽ കൂടി കടന്നു പോകുന്ന ഒരു കർത്താവ് അപ്പാ സ്തോത്രം. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, കർത്താവ് ആസ്മ രോഗികൾ, തൈറോയ്ഡ് ഉള്ളവർ, എൻ്റെ കർത്താവ് അലർജി ഉള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവരെല്ലാം കരങ്ങളിൽ സമർപ്പിക്കട്ടെ കർത്താവ്. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി. സ്തോത്രം, സ്തോത്രം കർത്താവേ. സ്തുതിക്കുന്നു കർത്താവ്. എൻ്റെ സ്വർഗം സഹായിക്കണമേ, അത്ഭുതങ്ങളെ ചെയ്യണമേ, മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവ്. ഹല്ലേലൂയ. ഈ സമയം ഹല്ലേലൂയ കർത്താവ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം അപ്പാ. കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തൊരു, പല്ലിൻ്റെ വേദനയാൽ ഇൻഫെക്ഷനാലൊക്കെ ഭാരമുള്ളവർ, കണ്ണിൻ്റെ വേദനയാൽ ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്നവർ, ചെവിയുടെ വേദനയാൽ ചെവിക്കകത്തെ ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്നവർ, എൻ്റെ കർത്താവ് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. തുമ്മലിൻ്റെ രോഗത്താൽ ഭാരമുള്ളവരുണ്ട് കർത്താവ്. ജോലി പോലും ചെയ്യുവാൻ കഴിവില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവ്. അവരോട് മനസ്സലിയണേ നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവ്, ഈ സമയം ഹല്ലേലൂയ കർത്താവ്. മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരുണ്ടപ്പാ. സമാധാനമില്ലാത്ത ജീവിതങ്ങളെ കർത്താവ് അവിടുന്ന് ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തണേ. എല്ലാ രോഗികൾക്കും നല്ല വൈദ്യനെ അവിടുന്ന് അങ്ങേ തൊട്ടൊരു വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. അപ്പം എൻ്റെ സൗഖ്യം കാത്തു കിടക്കുന്ന ഓരോ മക്കൾക്കും സ്വർഗം സൗഖ്യം അയക്കണമേ. കൈകാലുകൾ ചലനമില്ലാതെ കിടക്കുകയിലും വീഴ്ചയിലുമായിരിക്കുന്ന ജീവിതങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ. എൻ്റെ അപ്പാ, നീ അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യം വരും, ഞങ്ങളുടെ രോഗങ്ങൾക്ക് വിടുതൽ ലഭിക്കും. സ്വർഗം മനസ്സലിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉറക്കമില്ലാത്ത ജീവിതങ്ങൾക്ക് നല്ല ഉറക്കവും ആശ്വാസവും കൊടുക്കണമേ അപ്പാ. സ്തോത്രം. എൻ്റെ കർത്താവേ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർക്ക് പരിപൂർണ്ണ വിടുതൽ അയച്ചിരിക്കാൻ നന്ദി പറയുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവ്. എല്ലാം അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കട്ടെ. മുട്ടിൻ്റെ വേദനയാൽ, നടുവിൻ്റെ വേദനയാൽ ഭാരമുള്ളവർ, ശരീരമാസകലം നീർക്കെട്ടും വേദനയുമുള്ളവർ എല്ലാവരെയും എൻ്റെ അപ്പച്ചൻ സുഖപ്പെടുത്തുവാൻ പോകുന്നതോർത്ത് നന്ദി പറയുന്നു. സ്തോത്രം ചെയ്യുന്നു. സൗഖ്യം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം, സാക്ഷീകരിക്കണം. അതിനായിട്ടെല്ലാ ജീവിതങ്ങളെയും ഒരുക്കുമാറാകണം കർത്താവ്. വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന ഓരോ ഹൃദയങ്ങളെയും സ്വർഗം അറിയുന്നില്ലപ്പോൾ അവരുടെ ഹൃദയത്തിന് സമാധാനം നൽകി പ്രത്യാശയോടെ മുൻപോട്ട് ജീവിപ്പാൻ ഓരോ മക്കളെയും ധൈര്യത്തോടെ ബലത്തോടെ നിർത്തിക്കൊള്ളണമെന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ ദേശത്തിന്മേൽ സൗഖ്യം അയക്കണമേ, സമാധാനം അയക്കണമേ അപ്പാ. സ്തോത്രം. യുദ്ധങ്ങളിൽ നിന്ന്, ക്ഷാമങ്ങളിൽ നിന്ന്, ഭൂകമ്പങ്ങളിൽ നിന്ന്, മഹാമാരിയും ജലപ്രളയത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭരണകൂടങ്ങളെ അനുഗ്രഹിക്കണേ, ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണേ, സുശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ.
അടിയങ്ങളോട് കരുണ തോന്നണം, മനസ്സലിയണം, പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കണം. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന മക്കളാക്കി ഞങ്ങളെ തീർക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.